Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the Fourier sine and cosine transform of f of x is equal to 2 minus x if 0 less than equal to x less than equal to 2. 0 if x greater than equal to 2. ഇത് ഓഗസ്റ്റ് 2021 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം, കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം റെപ്രസെന്റേഷൻ എന്താണ്? fs of s. എന്താണ് ഫോർമുല? റൂട്ട് ഓഫ് 2 by pi ഇന്റഗ്രൽ 0 to infinity f of x sin sx dx. ഇതാണ് ഫോർമുല. റൂട്ട് ഓഫ് 2 by pi 0 to infinity f of x sin sx dx. That is root of 2 by pi. Then ഇവിടെ നമ്മൾ ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to 2 ഫംഗ്ഷന്റെ വാല്യൂ 2 minus x ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0 to 2 എഫ് ഓഫ് എക്സിന് 2 minus x കൊടുത്തു, സൈൻ sx dx. All other cases function value will be 0. അപ്പൊ 0 to infinity എന്നുള്ള ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് 0 തന്നെ, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി എന്നുള്ള 2 ആയിട്ട് ചുരുങ്ങി. കാരണം 0 to 2 ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് 2 by pi. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ആണ് ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ പറയുന്നതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ദെൻ പ്ലസ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ദെൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഈ 2 minus x എന്നുള്ളതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം, സൈൻ എസ് എക്സിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. 2 minus x എന്തുകൊണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തു? നമ്മൾ ഏത് ഫംഗ്ഷൻ ആണോ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് തീർന്നു പോകുന്നതായിരിക്കണം. അപ്പൊ ഡെറിവേറ്റീവ് തീർന്നു പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ, അല്ലാത്ത ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുന്നു. അപ്പൊ നമ്മൾ ജനറൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു, ആദ്യം നമ്മൾ എപ്പോഴും പ്ലസ് ആണ് കൊടുക്കുന്നത്, 2 minus x ഇൻടു സൈൻ എസ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? മൈനസ് കോസ് എസ് എക്സ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 2 minus x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1. ഇനി മൈനസ് കോസ് എസ് എക്സ് ബേസിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? മൈനസ് സൈൻ എസ് എക്സ് ബൈ എക്സ് സ്ക്വയർ. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കിയേ? റൂട്ട് ഓഫ് 2 by pi. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇതിലെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ടൈം 2 minus 2 0 ആയിരിക്കും. രണ്ടാമത്തെ 3 മൈനസ് ഉണ്ട്, അപ്പൊ മൈനസ് എക്സിന് 2 കൊടുക്കുമ്പോൾ സൈൻ 2s ഡിവൈഡഡ് ബൈ s. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടൈം 0 ആയി. രണ്ടാമത്തെ കേസിൽ 3 മൈനസ് ഉണ്ട്, -1. എക്സിന് 2 കൊടുക്കുമ്പോൾ സൈൻ 2s ബൈ s. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ 2 minus x, അപ്പൊ 2 ഇൻടു മൈനസ് ഇവിടെ കോസ് 0 എത്രയാണ്? കോസ് 0 1 ആണ്, 1 ബൈ s. അപ്പൊ നമുക്ക് കിട്ടിയ ടൈം എന്താ നോക്കിയേ? റൂട്ട് ഓഫ് 2 by pi ഇവിടെ മൈനസ് സൈൻ 2s ബൈ s സ്ക്വയർ. ദെൻ ഇവിടെ എന്താണ്? മൈനസ് മൈനസ് പ്ലസ് ആണ്, 2 by s. അപ്പൊ നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ വാല്യൂ റൂട്ട് ഓഫ് 2 by pi മൈനസ് സൈൻ 2s ബൈ s സ്ക്വയർ പ്ലസ് 2 by s. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഇങ്ങനെ എഴുതാം. റൂട്ട് ഓഫ് 2 by pi നമുക്ക് LCM വേണമെങ്കിൽ s സ്ക്വയർ എടുക്കാം. s സ്ക്വയർ LCM എടുത്തു. s സ്ക്വയർ LCM എടുത്താൽ ഇവിടെ നമുക്ക് 2s മൈനസ് s 2s മൈനസ് സൈൻ 2s എഴുതാം. അപ്പൊ നമുക്ക് ഇതാണ് നമുക്ക് കിട്ടിയ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ആൻസർ എന്താണ്? ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi 2s മൈനസ് സൈൻ 2s ഡിവൈഡഡ് ബൈ s സ്ക്വയർ. ഒന്നാമത്തെ ആൻസർ കിട്ടി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. അപ്പൊ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ആൻസർ കിട്ടാനായിട്ട് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് ഫോർമുല? ഇന്റഗ്രൽ റൂട്ട് ഓഫ് 2 by pi ഇന്റഗ്രൽ 0 to infinity f of x sin sx dx. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 3 ഇന്റർവെല്ലിലാണ്, 2 ഇന്റർവെല്ലാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇന്റർവെൽ 0 to 2 ഫംഗ്ഷൻ 2 minus x ആണ്. ഓൾ അതർ കേസസ് ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ 2 minus x കൊടുത്തു. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച റൂൾ ഏതാണ്? ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ.
അപ്പൊ 2 - x നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. അങ്ങനെ sin sx സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. നമ്മൾ അതിന് ഇന്റഗ്രേഷൻ ചെയ്തു. ഇന്റഗ്രേഷൻ ശേഷം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ √2/π - sin 2s² 2s കിട്ടി. ഇനി നമുക്ക് ഒന്നും കൂടി മോഡിഫൈ റിസൾട്ട് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കോമൺ LCM നമ്മൾ s² എടുത്തു. കോമൺ s² എടുത്തപ്പോൾ ഇവിടെ നമുക്ക് 2s വരും, ഇവിടെ നമുക്ക് sin 2s വരും. അപ്പൊ ഫൈനലി കിട്ടുന്ന ആൻസർ എന്താണ്? fs of x = √2/π 2s - sin 2s/s² എന്നാണ് ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പ്രോബ്ലത്തിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അടുത്ത ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണുള്ള ഫോർമുല എന്താണ്? ഇത് FCS ആണ്. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം റെപ്രസെന്റേഷൻ FCS √2/π ഇന്റഗ്രൽ 0 to infinity f of x cos sx dx. ഇതാണ് ഫോർമുല. ഇവിടെ നമുക്ക് √2/π ഇവിടെ നമ്മുടെ ലിമിറ്റ് 0 to 2 ലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 2 - x ആണ്. 2 - x into cos sx dx. In all other cases function value will be 0. അപ്പൊ 0 to 2 ല് മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. 0 to 2 ലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 2 - x ആണ്. അപ്പൊ 2 - x into cos sx dx. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? √2/π ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ജനറൽ റൂൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്ലസ് 2 - x ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കും. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് cos sx ന്റെ ഇന്റഗ്രൽ എന്താണ്? sin sx by s മൈനസ് ഇവിടെ 2 ന്റെ 0 - x ന്റെ -1 then sin sx ന്റെ എന്താണ്? sin sx ന്റെ മൈനസ് cos sx by s². ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 0 to 2 ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇവിടെ നമുക്ക് √2/π ഇവിടെ x-ന് 2 കൊടുക്കുമ്പോൾ ഫസ്റ്റ് x-ന് 2 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആയിരിക്കും. ഇവിടെ 3 മൈനസ് ഉണ്ട്, അപ്പൊ ഒരു മൈനസ് വരും. x-ന് 2 കൊടുക്കുമ്പോൾ cos 2s/s². അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് sin 0 ആണ്. sin 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടൈം 0 ആയിരിക്കും. രണ്ടാമത്തെ ടൈം എന്താണ്? 3 മൈനസ് ഉണ്ട്, അപ്പോ മൈനസ്. ഇവിടെ cos 0 ആകുമ്പോൾ 1/s². അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ √2/π മൈനസ് cos 2s/s² പ്ലസ് 1/s² എന്ന് പറഞ്ഞാൽ √2/π ഇൻടു 1 മൈനസ് cos 2s ഡിവൈഡഡ് ബൈ s². ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ വാല്യൂ കിട്ടുന്നത്. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ വാല്യൂ എത്രയാണ്? √2/π 1 മൈനസ് cos 2s ഡിവൈഡഡ് ബൈ s². അങ്ങനെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും കണ്ടുപിടിച്ചു, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും കണ്ടുപിടിച്ചു. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ അത് റെപ്രസെന്റ് ചെയ്ത് FCS ആണ്. അതിന്റെ ഫോർമുല എന്താണ്? √2/π ഇന്റഗ്രൽ 0 to infinity f of x cos sx dx. cos sx dx ആണ്. അപ്പൊ ആ ഫോർമുലയിൽ ഇവിടെ f of x ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to 2 2 - x ആണ്. 2 - x കൊടുക്കുന്നു. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ ഉപയോഗിച്ചാൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ജനറൽ റൂൾ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആദ്യം പ്ലസ് ഇടാ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് then derivative of first into integral of second then plus derivative of first into integral of second and goes on. എപ്പോഴും ഡെറിവേറ്റീവ് തീർന്നു പോകുന്നതാണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കേണ്ടത്. ബ്രാക്കറ്റ് നിർബന്ധമായി ഇട്ടോളണം. only after the integration we can release the bracket. അങ്ങനെ ചെയ്തു വരുമ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? √2/π 1 മൈനസ് cos 2s/s². അപ്പൊ ഇതെല്ലാവരും നോട്ട് ചെയ്തെടുത്തു. ഇത് ചോദിച്ച ഏത് വർഷമാണ്? ഓഗസ്റ്റ് 2021 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ് കേട്ടോ.